സർക്കാർ ചെലവിൽ നടത്തിയ കശ്മീർ യാത്രയെ ന്യായീകരിച്ച് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കശ്മീരിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധികാര വികേന്ദ്രീകരണത്തെപ്പറ്റി പഠിക്കാനാണ് പോയതെന്നും എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് കശ്മീരിൽ നിന്നും ഒന്നും പഠിക്കാനില്ലെന്ന് മനസ്സിലായെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. പഠനയാത്ര എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയ കശ്മീർ രാജസ്ഥാൻ യാത്രകൾ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു പ്രസിഡന്റിന്റെ ന്യായീകരണം. 2022 നവംബർ 25 മുതൽ ഡിസംബർ 1 വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ 20 അംഗങ്ങളും 5 ഉദ്യോഗസ്ഥരുമാണ് സർക്കാർ ചെലവിൽ കശ്മീരിലേക്ക് യാത്ര നടത്തിയത്. കില നൽകിയ പണത്തിനു പുറമെ പഞ്ചായത്തിന്റെ ജനറൽ പർപ്പസ് ഗ്രാന്റ് കൂടി വിനിയോഗിച്ചായിരുന്നു യാത്ര. കശ്മീരിലെ വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാനുള്ള യാത്രയാണ് നടത്തിയതെന്നും എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് കശ്മീരിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്ന് മനസ്സിലായതെന്നും പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. നമ്മുടെ നീർച്ചാലുകൾ തെളിക്കുന്നതിനുള്ള ഒരു പുതിയ പ്രോജക്റ്റ് അതാണ് അവിടെ നിലവേറ്റിയിട്ടുള്ളത്. നമ്മൾ അവരെക്കാൾ ഫാർ ബെറ്റർ ആണ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് അവർക്ക് കൊടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കുറേ അവിടുത്തെ ചില ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ നടക്കുന്നതെന്ന്. അതിനു മുൻപ് നമുക്കറിയാൻ മാർഗ്ഗമില്ലല്ലോ. അതേസമയം കശ്മീരിൽ നിന്ന് പഠിച്ച ഏതൊക്കെ പദ്ധതികളാണ് ആലപ്പുഴയിൽ നടപ്പാക്കിയതെന്ന ചോദ്യത്തിന് പ്രസിഡന്റിന്റെ ഉത്തരം ഇങ്ങനെ: അതായത് AS കനാൽ ശുദ്ധീകരിച്ചുകൊണ്ട് കൊട്ടവഞ്ചിയിട്ടുള്ള ടൂറിസത്തിന്റെ പദ്ധതികൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കൂടിയാൽ ഒരു 3 മാസത്തിനകം സാക്ഷാത്കരിക്കും. അതൊരു അവിടെ കണ്ട ഒരു പ്രത്യേകതയാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തുന്ന യാത്രകളെക്കുറിച്ച് പറഞ്ഞും കശ്മീർ യാത്രയെ ന്യായീകരിക്കാൻ പ്രസിഡന്റ് മറന്നില്ല. നമ്മൾ അങ്ങനെയാണ് ആദ്യം ആലോചിക്കേണ്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചു? ഇന്ത്യ പ്രമുഖമാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ത്യ നല്ലതാണ്, പിന്നെ എന്തിനാ ഈ പ്രധാനമന്ത്രി എല്ലാം പോണേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര സംസ്ഥാനങ്ങളിൽ പോണു? എല്ലാം കൊണ്ട് സമ്പുഷ്ട ഇന്ത്യയും കേരളമാണ്. ഇവരൊക്കെ വല്ലിടം പോകേണ്ട കാര്യമുണ്ടോ? അതേസമയം യാത്രയ്ക്ക് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ ലംഘിച്ച് യാത്ര കഴിഞ്ഞാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അനുമതിക്ക് ശ്രമിച്ചത്. മാത്രമല്ല, ട്രെയിനിൽ പോകാനാണ് ചട്ടപ്രകാരം അനുമതിയെങ്കിലും വിമാനത്തിലായിരുന്നു സംഘത്തിന്റെ യാത്ര. ഇതൊന്നും സർക്കാരിന്റെ അനുമതിയില്ലാതെയായിരുന്നുവെന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കശ്മീർ യാത്രയിലെ പഠനങ്ങൾ പ്രകാരമുള്ള പദ്ധതികളൊന്നും ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെയോ ഈ വർഷത്തെയോ ബഡ്ജറ്റിലില്ലെന്ന് വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ വിവാദം നിലനിൽക്കുന്നതിനിടെയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മറ്റൊരു പഠനയാത്ര കൂടെ നടത്തി. ഈ മാസം 7-ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ 17 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും 5 ഉദ്യോഗസ്ഥരും കൂടി രാജസ്ഥാനിലേക്കായിരുന്നു യാത്ര. ജനം, ആലപ്പുഴ.